UDF ഒരു പൂ ചോദിച്ചു, കേരളം ഇത്തവണയും പൂക്കാലം തന്നെ കൊടുത്തു. 2020 നേടുമെന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിലും ആശങ്കയായി കണ്ണൂരും പാലക്കാടും തൃശൂരും കാസർഗോഡും ഉണ്ടായിരുന്നു UDF-ന്. എന്നാൽ തൃശൂർ ഒഴികെ ബാക്കി എല്ലാ മണ്ഡലത്തിലും പ്രതീക്ഷിച്ചതിലും ഇരട്ടിയോ അതിലുമേറെയോ നൽകി വോട്ടർമാർ. 9 മണ്ഡലങ്ങളിൽ 1 ലക്ഷത്തിലേറെ ഭൂരിപക്ഷം. 10 ഇടങ്ങളിൽ കഴിഞ്ഞ തവണ ലഭിച്ചതിലും കൂടുതൽ വോട്ട്. തൃക്കാക്കരയിലെയും പുതുപ്പള്ളിയിലെയും ഉപതെരഞ്ഞെടുപ്പിലെ വമ്പൻ ജയത്തിന് ശേഷം UDF-ന്റെ ആത്മവിശ്വാസം വീണ്ടും ഉയർത്തുന്ന വിജയമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേത്. 2019 സമാനമായ വോട്ടിംഗ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷയാണ് തെരഞ്ഞെടുപ്പിന്റെ തുടക്കം തൊട്ട് UDF ക്യാമ്പിലുണ്ടായത്. CAA, മോദി സർക്കാരിന്റെ വർഗീയ ധ്രുവീകരണം, രാഹുൽ ഗാന്ധിയുടെ മൗനം എന്നിവ പ്രചരണായുധമാക്കി മുഖ്യമന്ത്രി പ്രചാരണ വേദികളിൽ കത്തിക്കയറുമ്പോഴും അതിനെ എല്ലാം മറികടക്കുന്ന ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ടെന്ന ആത്മവിശ്വാസമായിരുന്നു പ്രതിപക്ഷത്തിന്. മറ്റെല്ലാ വിഷയങ്ങളും രണ്ടാമതാക്കി ഭരണവിരുദ്ധ വികാരത്തിൽ തന്നെ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണമാണ് UDF നടത്തിയത്. വോട്ടെണ്ണി തീരുമ്പോൾ ആ പ്രചാരണത്തിന് ജനം വോട്ട് ചെയ്തെന്ന് തെളിയിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം. UDF-ന്റെ സമാനതകളില്ലാത്ത വിജയത്തിന്റെ ക്രെഡിറ്റ് ആദ്യം കൊടുക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. KPCC അധ്യക്ഷൻ K സുധാകരനും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും സ്ഥാനാർത്ഥിയായതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചു VD സതീശൻ. തോൽക്കാൻ സാധ്യതയുണ്ടെന്ന് UDF ക്യാമ്പ് തന്നെ കണക്കുകൂട്ടിയ ഇടത്തുനിന്നാണ് K സുധാകരൻ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ 1 ലക്ഷത്തിലേറെ വോട്ടിന് തോൽപ്പിച്ചത്. ആ വിജയത്തിന്റെ തിളക്കത്തിൽ സുധാകരനും KPCC അധ്യക്ഷ സ്ഥാനത്ത് ഇളക്കമില്ലാതെ തുടരാം. അധ്യക്ഷ കസേര നോക്കി തനിക്കെതിരെ ഉയരുന്ന മുറുമുറുപ്പുകൾക്ക് തൽക്കാലത്തേക്ക് തടയിടാൻ ഈ വിജയം മാത്രം മതി പ്രസിഡന്റിന്. സമസ്തയുടെ പേരിൽ ഉയർന്ന ആശങ്ക അസ്ഥാനത്താക്കുന്ന പ്രകടനമാണ് മുസ്ലിം ലീഗും നടത്തിയത്. UDF തരംഗം ഇതുപോലെയുണ്ടായ 2019 ഭൂരിപക്ഷം ലീഗിന് കൂടി. അബ്ദുൾ സമദ് സമദാനിയെ പൊന്നാനിയിലേക്കും ET മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്തേക്കും വെച്ചുമാറിയതോ, മുൻ ലീഗ് നേതാവ് KS ഹംസ LDF സ്ഥാനാർത്ഥിയായതോ ലീഗ് കോട്ടകളെ ഒരു തരത്തിലും ബാധിച്ചില്ല. ജോസ് കെ മാണി വിഭാഗത്തിന്റെ ശക്തി കേന്ദ്രമായ കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിലൂടെ സീറ്റ് സ്വന്തമാക്കി ജോസഫ് വിഭാഗം കേരള കോൺഗ്രസും UDF-ന് കരുത്തായി. വടകരയിൽ ഷാഫി ഇറക്കി കളിച്ച കളി ജയിച്ചെങ്കിലും സിറ്റിംഗ് MP K മുരളീധരനെ തൃശൂരിലേക്ക് അയച്ചു നടത്തിയ പരീക്ഷണം പാളിപ്പോയത് മാത്രമാണ് UDF-ന്റെ കണ്ണിലെ കരട്. കേരളത്തിലെ കോൺഗ്രസിന്റെ കരുത്തൻ ത്രികോണപ്പോരിൽ മൂന്നാമതായതിൽ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് മറുപടി പറയേണ്ടി വരും. കോൺഗ്രസ് വോട്ട് സുരേഷ് ഗോപിക്ക് മറിച്ചെന്ന CPM ആരോപണത്തെയും പാർട്ടിക്കും മുരളീധരനും പ്രതിരോധിക്കണം. അത് മാറ്റിവെച്ചാൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനും 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും തയ്യാറെടുക്കാനുള്ള കരുത്താണ് കോൺഗ്രസിനും UDF-നും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം.